അള്ളാഹു നിനക്ക് എന്ത് പരീക്ഷണം തന്നാലും നീ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട വാപ്പമാരോട് പറയുകയാ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ മടങ്ങി ചെല്ലുമ്പോ അള്ളാഹു ചോദിച്ചു, എന്റെ അടിമ എന്ത് പറഞ്ഞു? എന്റെ അടിമ എന്ത് പറഞ്ഞു? അവന്റെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ എന്റെ അടിമ എന്ത് പറഞ്ഞു? മലക്കുകൾ പറയുന്നു അൽഹംദുലില്ലാഹ്. അവർ അൽഹംദുലില്ലാഹ് പറയുന്നു. അല്ലാഹ് സ്വന്തം മക്കൾ മരിച്ചു പോയപ്പോ പടച്ചവനെ അവർ അൽഹംദുലില്ലാഹ് പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരങ്ങനെ പറഞ്ഞു എന്ന മലക്കുകൾ പറയുമ്പോ അല്ലാഹു പറയുന്ന, ഒരു വീട് പണിയൂ. രണ്ട് മക്കളുടെ വാപ്പമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ലാഹു മലക്കുകളോട് പറയുകയാ, ഒരു വീട് പണിയേ, ഒരു വീട് പണിയേ. എന്നിട്ട് ആ വീടിന്റെ പേരെഴുതി വെക്കണം, ബൈത്തുൽ ഹംദ്. ഇതവർക്കുള്ള വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്തു വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, എന്തു പറയണം? കച്ചവടം തകർന്നു പോയി, എന്തു പറയണം? ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു, എന്തു പറയണം? നിനക്ക് ക്യാൻസർ വന്നു, എന്തു പറയണം? നിന്റെ മക്കൾ മരിച്ചുപോയി, നീ എന്തു പറയണം? എന്തു പറയണം? ഉസ്താദിന് കിളി പോയോ എന്ന് തോന്നുന്നു വിചാരിക്കും നിങ്ങളില്ലേ? എടോ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കൾ പരീക്ഷ എഴുതി തോറ്റുപോയാൽ എന്തു പറയണം? മക്കൾ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, എന്തു പറയണം? അൽഹംദുലില്ലാഹ്. തൂങ്ങി മരിച്ച പോയി, തീർന്നു. എടാ, തോറ്റാ തോറ്റ്, ജയിച്ചാ ജയിച്ച്. പടച്ചോന് തോറ്റുപോയാൽ തോറ്റുപോയി, അൽഹംദുലില്ലാഹ്. അടുത്ത പരീക്ഷ ചത്ത എന്ത് കിട്ടും? കയറി ആത്മഹത്യ ചെയ്താൽ ഈ ഉമ്മത്തിൽ ആത്മഹത്യ കുറവായിരുന്നു, ഇപ്പൊ കൂടുതലാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഉമ്മത്തിൽ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ്, ഒരു പരാതിയില്ല, പരിവൊന്നുമില്ല. അള്ളാഹുടെ തീരുമാനം വന്നു പോയി, അൽഹംദുലില്ലാഹ്. ക്ഷമിക്ക്. അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാൻ എളുപ്പമുണ്ടില്ലേ? പറയാൻ എളുപ്പമുണ്ടില്ലേ? സിനാന്റെ വാപ്പ ചിരിക്കണില്ലേ? സിനാനല്ല മരണപ്പെട്ട പയ്യന്റെ പേരുണ്ട്. സിനാന്റെ ഒക്കെ വാപ്പ ചിരിക്കുന്നുണ്ട്. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ, നീ ബക്കറ്റ് കളച്ചനൊക്കെ കഴിഞ്ഞോടാ ചങ്ങാതി. എല്ലാം നേരത്തെ കഴിഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ പിന്നെ പിരിവൊന്നും ഇല്ലല്ലോ. ഇവിടെ പിരിവൊന്നും ഇല്ലല്ലോ, എല്ലാം സമ്പന്നന്മാരല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. ഇവിടെ എന്ത് പരീക്ഷണം വന്നാലും അൽഹംദുലില്ലാഹ് പറയണം. അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരട്ടെ. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പരാതിയില്ല, നിനക്ക് സങ്കടമില്ല. അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് നൽകുമാറാകട്ടെ, അള്ളാഹു അങ്ങനെയുള്ള മനസ്സ് നൽകുമാറാകട്ടെ. ഒരു വഴി പറഞ്ഞുതരട്ടെ, ഒരു വഴി പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവൻ ആഹാരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ മനസ്സിൽ എഴുതി പോയി. എന്ത് ദുഃഖം വന്നാലും നിനക്ക് സങ്കടം വരില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. ഒന്ന്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? പറഞ്ഞ കൈമാരെ ഉണ്ടോ ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? ഉണ്ടോ? എങ്കിൽ ഖുർആൻ പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. നബിതങ്ങൾ പറയുകയാ, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, നിനക്കൊരു നല്ലത് വരാൻ പോകുന്നു, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്. അപ്പം നിനക്ക് അല്ലാഹ് ഇപ്പൊ പ്രയാസം തന്നിരിക്കുന്ന എന്തിനാ? പറക, സ്വർഗം തരാനല്ല. നിനക്ക് അല്ലാഹ് ഇപ്പൊ പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കിപ്പോ കടവാണോ? കച്ചവടം പോയോ? പോട്ടെ, അടുത്തതിൽ നിനക്ക് ലാഭവാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്കിപ്പോ രോഗമുണ്ടോ? അല്ലാഹ് നിനക്ക് സ്വർഗം, നിനക്കെന്തെങ്കിലും അല്ലാഹ് തരും. ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് സഹോദര, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. നീ എഴുതി വൈ, നാട്ടുകാരോട് പറയരുത്. പറഞ്ഞുകൊണ്ട് നടന്ന ഉള്ള സന്തോഷം പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ.
അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറല്ല കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരും. ഈ ദുനിയാവിലോ ആഖിറത്തിലോ നിനക്കൊരു സന്തോഷം അല്ലാഹ് തരും. ക്യാൻസർ രോഗം വരരുതെന്നാണ് ഞാനും നിങ്ങൾ ദുആ ചെയ്യുന്നത്. എങ്കിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ രോഗം വന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഈ വരാത്തവൻ പറയുവത്രേ, ഇതുപോലും എനിക്ക് വന്നില്ലല്ലോ അല്ലാ. ക്യാൻസർ രോഗം പിടിച്ച് 5 നേരം നിസ്കരിച്ച് റബ്ബിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ വന്നു മരിച്ചു. ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ വരാത്തവൻ പറയുക, ഒരു പനി പോലും എനിക്ക് വന്നില്ലല്ലോ അല്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ദുഃഖമില്ല സഹോദര, നിരാശയില്ല സഹോദര, വീടില്ലേ റബ്ബ് തരും. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ എന്തിനാ കൊട്ടാരത്തിൽ നോക്കണേ? എടാ ചങ്ങാതി, നിനക്ക് വാടക വീടെങ്കിലും അല്ല തന്നില്ലേ? അതുപോലും കടത്തിനെ കിടക്കുന്നവൻ അതില്ലല്ലോ. നിനക്കല്ല എന്തെങ്കിലും തന്നില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹിന് ശുക്ർ ചെയ്യ്, നിഅമത്ത്, അള്ളാഹിന് നന്ദി രേഖപ്പെടുത്ത്, അൽഹംദുലില്ലാ പറ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽഹംദുലില്ലാ പറഞ്ഞോ, ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ബലാ. ആരോടാ നബി തങ്ങൾ ഇത് പറയുന്നത്? ആരോടാണ് ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലം പറഞ്ഞു തരാ? ഒരൽഹംദുലില്ല പറഞ്ഞപ്പോൾ അല്ലാഹു കൊടുത്ത ഒരു പ്രതിഫലം ഞാൻ പറയാ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനൊരു മകനുണ്ടായിരുന്നു. വാപ്പയ്ക്ക് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനുമാണ് നടക്കുന്നത്. പൊന്നുമോനോട് വല്ലാത്ത സ്നേഹം. പടച്ചവനെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സുലൈമിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോളെ, എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണേ. ഭാര്യയുടെ കയ്യിൽ പിടിച്ച് ഭർത്താവ് തന്റെ പൊന്നാര മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. പൊന്നുമോന് പനി പിടിക്കുകയാണ്. എന്തു മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. രോഗം ഇങ്ങനെ കൂടുകയാണ്. ഭർത്താവ് നാട്ടിലില്ല. പടച്ചവനെ, രോഗം കൂടിക്കൂടി തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. ഒറ്റയ്ക്കാണ് നാട്ടിലുള്ളത്, വീട്ടിലൊറ്റയ്ക്കാണ് ഉള്ളത്. തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു പോയി. വീടിനകത്തിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കൂ, അല്ലാഹുവിന്റെ തീരുമാനമാ. പറ ഉമ്മു സുലൈം, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയുകയാ. ഉമ്മു സുലൈം അൽഹംദുലില്ലാഹ് പറഞ്ഞു. നബിയേ, ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണം? കബറടക്കാൻ പറഞ്ഞു. തന്റെ പൊന്നാര മകനെ കബറടക്കി. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ രാത്രി കിടക്കുകയാ. ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല. കാരണം എന്തെന്നറിയോ? നാളെ ഭർത്താവ് വീട്ടിൽ വരികയാണ്. തൻ്റെ ഭർത്താവ് മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല. നാളെ വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെ പറയും? പടച്ചവരെ, പൊന്നുമോനെ ഇഷ്ടപ്പെടുന്ന പിതാവാണ്. എന്തു പറയണമെന്ന് ഉമ്മു സുലൈമിന് അറിയില്ല. അങ്ങനെ പടച്ചവനെ, നേരം വെളുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. ഇതാടാ ഭാര്യ. ഇങ്ങനെ വേണം ഭാര്യ. തന്റെ മകൻ മരിച്ചതും മറച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് മരണവാർത്ത പറഞ്ഞ് സങ്കടപ്പെടുത്തിയില്ല. വീടിന്റെ മുമ്പിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്നു. ഭർത്താവ് വീട്ടിൽ വന്നു, സലാം പറഞ്ഞു, സലാം അടക്കി, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. കഴിക്കാ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം ചിന്തിച്ചു, റബ്ബേ, ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ.
ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണല്ലോ. ചോദിച്ചു, പെണ്ണേ എൻ്റെ മോനെവിടെ? അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. പടച്ചവനെ, അവിടെ നിന്ന് രണ്ടുപേരും കിടപ്പറയിൽ കയറി ശാരീരികമായി ബന്ധപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ കിടക്കുകയാ. അവിടെന്ന് ചോദിക്കുന്നു, തൽഹ, എനിക്കൊരു സംശയമുണ്ട്. എന്താണ് പെണ്ണേ നിന്റെ സംശയം? ഉമ്മു സുലൈം ചോദിക്കുകയാണ്. ഒരാള് അമാനത്തായ ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ചെറുപ്പക്കാരാ, കെട്ടിയ ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. നിബിതങ്ങൾ പറഞ്ഞല്ലോ, തുൻകഹുൽ മർഅതു ലി അർബഈൻ, 4 കാര്യങ്ങൾ നിബിതങ്ങൾ എണ്ണി പറഞ്ഞല്ലോ. പണമല്ല, സമ്പത്തല്ല, കുടുംബ മഹിമയല്ല, സൗന്ദര്യമല്ല, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത് വെറുതെയല്ല. ഉമ്മു സുലൈം തന്റെ മകൻ മരിച്ചു എന്ന് ചാടിക്കേറി പറഞ്ഞില്ല. തന്റെ ഭർത്താവിനോട് ചോദിച്ചു, അമാനത്തായ ഒരാളൊരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? തൽഹ പറയുന്നു, പെണ്ണേ, എന്റെ മന്ദബുദ്ധിയാകുന്നത്, പെണ്ണെ, അമാനത്ത് ചെന്നു കഴിഞ്ഞാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ. നിനക്കിതുവരെ അറിയില്ലേ? അബൂ തൽഹയുടെ മറുപടി കേട്ടിട്ട് ഉമ്മു സുലൈം കരയുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നത് കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? അല്ലാഹു അമാനത്തായി നമ്മളെ ഏൽപ്പിച്ച മകനെ അല്ലാഹു തിരിച്ചു വിളിച്ചു തൽഹ. നമ്മുടെ പൊന്നുമോ മരിച്ചുപോയി തൽഹ. പിടഞ്ഞ് താഴെ വീണടോ. അബൂ തൽഹ തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പൊന്നാര മകന്റെ മരണ വാർത്തയാണല്ലോ. പിടഞ്ഞ് താഴെ വീണോ. വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ഇവൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇവള് മറച്ചു വെച്ചല്ലോ, ഇവൾ എനിക്ക് ഭക്ഷണം തന്നു, ഇവള് കിടപ്പറയിൽ വിളിച്ചു കയറ്റി, എൻ്റെ മകൻ മരിച്ചത് ഇവള് പറഞ്ഞില്ലല്ലോ. ഇലാ ഹളറത്തു റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട. എന്തേ അബൂ തൽഹ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂ തൽഹ, ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് റബ്ബ് തന്നില്ലേടാ? നിനക്ക് ഇതുപോലെ സ്വാലിഹത്തായ ഒരു ഭാര്യ തന്നില്ലേ? ഉമ്മയുടെ വേദനയോളം വലുപ്പം ഏത് വേദനയാ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദന എന്നുണ്ട്. പ്രസവിച്ച ഉമ്മയ്ക്കുണ്ടാകുന്ന വേദനയെക്കാൾ എന്ത് വേദന ലോകത്താർക്കാടോ? പടച്ചവനെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ. ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിനക്കൊരു മകനെ തരും അബൂ തൽഹ. ഇല്ലാ യളമൽ ജസാ മാ യളമൽ ബലാ. നിങ്ങൾക്ക് അല്ലാഹു ആൺകുഞ്ഞിനെ തരും, ഇതിനു പകരം അല്ലാഹു നിനക്ക് തരും അബൂ തൽഹ. നബി തങ്ങൾ പറഞ്ഞു വിട്ടടോ. ഉമ്മു സുലൈം ഗർഭിണിയായി 9.5 മാസം കഴിഞ്ഞ് പ്രസവിച്ചു. അവിടെ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനുമായി ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നബി തങ്ങളാണ് പേര് വെച്ചത്. ആ പൊന്നുമോന് പേരിട്ടത് അബ്ദുല്ലാ എന്ന് പേരിട്ടത് അല്ലാഹുവിന്റെ റസൂലാ. മദിരം കൊടുത്തത് നബി തങ്ങളാ. ഈത്തപ്പഴം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് റസൂലുള്ളാഹി തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കുഞ്ഞിനെ തിന്നാൻ കൊടുത്തടോ. അബ്ദുല്ലാ എന്ന് പേരിട്ടു. ഉമ്മവർ അൽഹംദുലില്ലാ പറഞ്ഞതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഈ അബ്ദുല്ലാ ഹാഫിളായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ
ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അവിടെ ഹാഫിളായി, പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു, 11 മക്കൾ ജനിച്ചു, 11 മക്കളും ഹാഫിളീങ്ങളായി. ഇതാടോ സന്തോഷമെന്ന് പറയുന്നത്. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ അവിടുന്ന് പടച്ചവനെ റബ്ബൊരു സമ്മാനം കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വഴുകക്കാമെന്ന വാപ്പാ, ദുഃഖമാണോ പ്രയാസമാണോ സങ്കടപ്പെടല്ലേ, ആവലാതി പറയല്ലേ, നിരാശ വേണ്ട, അല്ലാഹു നിനക്കൊരു നല്ല കാലം തരും വാപ്പാ. പെങ്ങളെ, നിന്റെ ദുഃഖത്തിനൊരു പരിഹാരമുണ്ട്, നിന്റെ വേദനകൾക്കൊരു പരിഹാരമുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിത വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അപസ്മാര രോഗമാണ് നബിയേ. എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. വായിലൂടെ പതയും നുരയും വരുന്ന രോഗമാണ് അപസ്മാരമെന്ന് പറയുന്നത്. വല്ലാത്ത വേദനയാണ് നബിയേ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിത വന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. 2 ഓപ്ഷനാണുള്ളത്. ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരും. രോഗം മാറണോ സ്വർഗം വേണോ? യാ റസൂലല്ലാഹ്, വേദന സഹിച്ചാ സ്വർഗം കിട്ടുമോ നബിയേ? വേദന സഹിച്ചാ സ്വർഗം കിട്ടുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗമുണ്ട്, എങ്കിലെന്റെ രോഗം മാറണ്ട, എന്റെ രോഗം മാറണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് പെണ്ണ് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ ഒരാളുടെ ഹൃദയത്തിനകത്ത് ഈമാൻ ഉറച്ച അല്ലാഹു കൊടുക്കുന്ന 2ാമത്തെ പ്രതിഫലം അവർക്കൊരിക്കലും നിരാശയില്ല. നഷ്ടപ്പെട്ടതോർത്തിട്ട് അവർക്ക് സങ്കടമില്ല. അതുകൊണ്ട് ലോകത്തിന് സമാധാനമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലവാ. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? സന്തോഷമുള്ള ജീവിതം അല്ലാഹുവേ സ്വപ്നം കണ്ട് കഴിയുന്നവരുണ്ടല്ലോ. അല്ലാ, സമാധാനമുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു സാധനം സമാധാനമാ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടുണ്ട്, കാറുണ്ട്, തിന്നാൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കിട്ടുകൊണ്ട് നടക്കാൻ നല്ല വസ്ത്രമുണ്ട്, ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സ് നിനക്കല്ലേ അറിയൂ. എല്ലാവരും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സിനകത്തുള്ളത് എന്താണെന്ന് ഇവിടെ പലരും പറയുക, പടച്ചവനും മരിച്ചാൽ മതി അല്ലാ. എന്ത് ജീവിതമല്ല, സന്തോഷമില്ല, സമാധാനമില്ല. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. കടയിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണോ? അല്ല. സമാധാനമെന്ന് പറയുന്നത് അള്ളാഹു തരണം. ആ സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് തരണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല പറയുകയാ, ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതം, രാജാക്കന്മാരെ പോലെ നിങ്ങൾക്ക് ജീവിക്കാം. അല്ലാഹു പറയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ രാജകുമാരന്മാരെ പോലെ കോടീശ്വരം, ഏറ്റവും നല്ല സന്തോഷമുള്ള ജീവിതം, ഏറ്റവും നല്ല ജീവിതം, അടിപൊളി ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് എന്താ പറഞ്ഞേ? എടാ, ഈ ലോകത്ത് ഏറ്റവും നല്ല ജീവിതം ആർക്കാ? അള്ളാഹ് പറയാ, ഞാൻ തരാം. യൂസുഫ് അലി സാഹിബിനൊന്നുമല്ല, അംബാനിമാർക്കൊന്നും അല്ലടോ. അള്ളാഹ് പറയാ, നിനക്ക് ലോകത്തെ ഏറ്റവും രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? രാജാക്കന്മാരെ പോലെ നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഈ ദുനിയാവിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കാം. സന്തോഷം, സമാധാനം, റഹ്മത്ത്, ബറക്കത്ത് എല്ലാം. അല്ലാഹ് പറയുകയെ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല ജീവിതം ഞാൻ തരാം. അള്ളാഹു ആ നന്മ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് ചെയ്യോ വെടി കൊണ്ടതുപോലെ പറമഞ്ചന്മാർ ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്കെന്താ? എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യും, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും. അല്ലാഹ് പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹ് പറയുക, നന്മ ചെയ്യടാ ജീവിതത്തിൽ. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ സൽക്കർമ്മങ്ങൾ ചെയ്യ്. ഹയാത്തൻ ത്വയ്യിബ, ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല മനോഹരമായ ജീവിതം ഞാൻ നിനക്ക് തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ സഹോദര, നിനക്ക് എന്താ വേണ്ട? സമ്പത്ത് വേണം. എന്തിനാ ഞാനും നിങ്ങൾ കഷ്ടപ്പെടുന്നത്? ഞാനും നിങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നത് എന്തിനാ? സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയല്ലേ? തൻ്റെ ഭാര്യയും മക്കളും ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത്, ഇതല്ലേ ആഗ്രഹം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവേ, എനിക്ക് മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഗതികേട് വരുത്തരുത്, പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തരുത്. ഇതല്ലേ നമ്മുടെ ദുആ? എങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുക, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മതി, നിനക്ക് ഞാൻ സർവ്വതും തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പൈസ പിരിക്കേണ്ട, പിരിവിനൊന്നും അല്ല പേടിക്കേണ്ട, പൈസ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പറയുമ്പോൾ ഇതിനെ പേടിക്കും ഉസ്താദെ പൈസ. അള്ളാഹ് പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? ഉറക്കപ്പറ, ആര് തരും? നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹ് പറയുകയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് എങ്ങനെ പറ്റിക്കുവോ? അള്ളാഹ് പറ്റിക്കോ? പറ, പറ്റിക്കോ? നിനക്കെന്താ തിന്നാ? ഹലാലല്ലേ വേണ്ടേ? ഹലാലായ ഭക്ഷണമല്ലേ വേണ്ടേ? മരിക്കുന്ന കാലം വരെ ആര് തരും? പറ, ആര് തരും? അള്ളാഹ് തരും. അള്ളാഹ് പറയാ, ഞാൻ തരാം തിന്നാനുള്ളത്. നീ എന്തിനാ പേടിക്കണേ? നീ എനിക്ക് പൈസ ഒന്നും തരണ്ട, നീ കഷ്ടപ്പെടണ്ട, നീ ഉറക്ക വഴിയണ്ട. നിനക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരിക്കണ കാലം വരെ തിന്നാനുള്ളത് ഞാൻ തരും. എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഉറക്കപ്പറ, ഉറക്ക പറഞ്ഞേ. ഇൻഷാ അല്ലാഹ്ക്കൊന്നും വലിയ പവറൊന്നും ഇല്ല. കാരണം എന്തെന്നറിയോ? എത്ര വയത് കേട്ടതാ ഉസ്താദേ, എത്രയോ വയത് കേട്ടതാ. പാപ്പാക്ക് എങ്ങനെ വിചാരിക്കുക, പടച്ചവനെ ഇനി എത്ര ഓണം തിന്നാൻ കിടക്കുന്ന ഉസ്താദേ അല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മരിക്കുവോ? മരിച്ചു പോകുന്ന വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വാപ്പ നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസ്രായിൽ പൊക്കും, അത് വേറെ. വാപ്പ പൊക്കാതിരിക്കുക. വാപ്പായ അസ്രായിൽ പ്രസിഡന്റ് പോയതുപോലെ നീ ഒരു ദിവസം പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ പലർക്കും എന്തെന്നറിയോ, ഇപ്പോഴെങ്ങും മരിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ്. എനിക്ക് രോഗമൊന്നുമില്ലല്ലോ, ക്യാൻസർ ഇല്ല, ട്യൂമറില്ല, മാരക രോഗമില്ല, പിന്നെ ഞാൻ എന്തിനാ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്കിപ്പോഴെങ്ങും മരണമൊന്നും ഇവിടെ മരണത്തിന് വല്ല അടയാളമുണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം നോക്കിയേ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ മേലാ പറഞ്ഞേക്കരുത് പെട്ടെന്ന് മരിച്ചു, പെട്ടെന്ന് ഒറ്റ ഒരുത്തനും പറഞ്ഞേക്കരുത്. പെട്ടെന്ന് മരിച്ചു എന്ന് പറയരുത്. മരണത്തിന് 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞു തരട്ടെ. ഇത് പറഞ്ഞു കഴിയുമ്പോഴും നിൻ്റെ ഈ ചിരി മുഖത്ത് കാണണം. ഇപ്പം ചിരിച്ച ഈ ചിരിയുണ്ടല്ലോ, ഈ അടയാളം കേട്ട് കഴിയുമ്പോഴും കാണണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളം പറഞ്ഞു തരട്ടെ. നേരെ ഇരുന്നോ വാപ്പാ, നാളെ പള്ളിക്കുഴിയിലായിരിക്കും. നാളെ ചിലപ്പം കബറും കാട്ടി കിടന്ന് വയല് കേൾക്കേണ്ടി വരും. എനിക്കറിയാം, നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം സമയമായവർ സ്റ്റേജിൽ ഇരിപ്പുണ്ട്, താഴെ ഇരിപ്പുണ്ട്. ഇപ്പം ചിരി തീർത്ത് തരാം, കൊലച്ചിരിയാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കസേര നേരെ ഇരുന്നു, അറ്റാക്ക് വന്ന് മരിച്ചു പോരുത്. കഫൻ തുണിയൊക്കെ ഇന്ന് രാത്രി നാളെ രാവിലെ പോയി മേടിച്ചോ. ഇവിടെ എങ്ങനെ കബറ് കുഴിച്ചിടുവോ സെക്രട്ടറി? കുഴിച്ച് അന്ന് ഇതിപ്പോൾ നേരത്തെ കുഴിക്കേണ്ട വരും. നാളെ തന്നെ അവൻ്റെ അളവിനനുസരിച്ച് കുഴിച്ചിട്ടോളി. ഏത് മണ്ണാണെങ്കിലും കുഴിച്ചിട്ടോ. അള്ളാഹു എല്ലാവർക്കും നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ, ഈ തലയിലെയോ താടിയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അരക്കൈ പൊക്കാനല്ല, പൊക്കാനാ പറഞ്ഞേ.
താടിയിലെയോ തലയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഉണ്ടോ? നീ കഫൻ തുണി വാങ്ങിയിട്ട് റെഡിയായിക്കോ. നിന്റെ മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മുടി നരയ്ക്കുന്നത് എന്തിൻ്റെ അടയാളമാ? എന്തിൻ്റെ അടയാളമാ? പ്രായമായതിൻ്റെ അടയാളമല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സിറാജ് കോമഡി പറഞ്ഞതല്ല വാപ്പാ. നബി തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉമർ തങ്ങള്. ആ ഉമർ തങ്ങള് ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാ. എന്തിനാ നിർത്തിയതെന്നറിയോ? ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കുമെന്ന് പറയാൻ. ഒരാളുടെ ജോലി എന്താ? ഉമറിന്റെ അടുക്ക പോയിട്ട് പറയും, ഉമറേ നീ മരിക്കും കേട്ടോ, നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ ജോലിക്ക് നിർത്തിയ ആളെ ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അപ്പം ചങ്ങാതി വെച്ച് എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ, എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? ഉമർ നിങ്ങൾ പറഞ്ഞു, നിന്റെ ജോലി എന്തായിരുന്നു? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. ഇനി ആവശ്യമില്ല. ഉമർ തങ്ങൾ പറയാ, ഇനി ഉമർ മരിക്കുമെന്ന് പറഞ്ഞു തരാൻ ആള് വേണ്ട. അടയാളം വന്നു. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സമയമായി. വാപ്പ വീട്ടിൽ ചെന്നിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 60 നരച്ചു കഴിഞ്ഞു. 60 നരച്ചു. പെയിൻ്റ് അടിച്ചാലും വടിച്ചു കളഞ്ഞാലും പിഴുതു കളഞ്ഞാലും അടയാളം തന്നെയാ വാപ്പ. നിന്റെ സമയം അടുത്തു, നന്നാക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും ഉണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവരൊക്കെ ഉറപ്പിച്ചു, നിങ്ങൾ ഉറപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ബാക്കി 2 കൂടെ വേണോ? ഉള്ള സമാധാനം പോവും. എന്തിനാ വെറുതെ? ഈ ചെറുപ്പക്കാരൊക്കെ ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തിനാ ഉസ്താദ് നേരപ്പം ചിന്തിച്ചാലോ? അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുകയാ, ഒരു നന്മ ചെയ്യും, ഒരു നന്മ ചെയ്യും. അല്ലാഹു പറയുകയാണ്, ഒരേ ഒരു നന്മ ചെയ്താൽ നിനക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. നിന്റെ ആഗ്രഹമല്ലേ ഉസ്താദ്? പിരിവെടുക്കരുത് ഉസ്താദ്, ഹലാലായ ഭക്ഷണം കഴിക്കണം ഉസ്താദ്, ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത്. ഇതല്ലേ നിന്റെ ആഗ്രഹം? എങ്കിലും മരിക്കുന്ന കാലം വരെ നിനക്ക് ഹലാലായ ഭക്ഷണം അല്ലാഹു തരും. 2, ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായിലിനെ കണ്ടുമുട്ടുമ്പോ, തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്നാണല്ലോ അല്ല പറഞ്ഞത്. അങ്ങനെ മരിക്കണമെന്നാണ്. എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയിട്ട് കാര്യമില്ല വാപ്പാ. എങ്ങനെയാണ് മരിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ ഈമാനോടുകൂടിയേ മരിക്കാവൂ, നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. നബി തങ്ങൾ അതുകൊണ്ടാണ് പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് നബി തങ്ങൾ കരയുകയാ. ആയിഷ ബീബി ഞെട്ടിയുണരുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ കരച്ചിൽ കേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോ നബി തങ്ങൾ കരയുകയാ. പാതിരാത്രി സുജൂദിൽ കടന്നുകൊണ്ട് നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. സ്വർഗമല്ല ചോദിച്ചത്, നരകമോചനമല്ല ചോദിച്ചത്. നബി തങ്ങൾ അല്ലാഹുവോട് പറയുകയാ, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, എൻ്റെ ഈമാൻ, എൻ്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്, ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. നബിതങ്ങൾ പോലും കരഞ്ഞടോ, നബിതങ്ങൾ പോലും ദുആ ചെയ്തതോ. അതുകൊണ്ട് വഅദകക്കാമെന്നവരെ മുസ്ലിമായി മരിക്കണോ? ഈമാനുള്ള മരണം വേണോ? ഞാൻ തരാമെന്ന് അല്ലാഹ് പറയുകയാണ്. പണം വേണ്ട,
നിങ്ങളാരും എനിക്ക് പണം തരണ്ട, കഷ്ടപ്പെടണ്ട, ഉറക്ക വഴിയണ്ട. ഒരേ ഒരു നന്മ ചെയ്താ നിനക്ക് കഴിക്കാൻ ഭക്ഷണവും തരാ, ഈമാനുള്ള ഒരു മരണവും അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ തരും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനുള്ള ഒരു മരണവും ഞാൻ നിനക്ക് തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അതിരിക്കുമല്ലേ? സമയം എന്താ ഇപ്പോൾ? 10:30 10:15 10:20 ഇൻഷാ അല്ലാ. ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കുകയല്ലേ? നിങ്ങൾ പറയിരിക്കുകയല്ലേ? ബോറടിക്കണുണ്ടാ? പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാ ബക്കറ്റ് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്, പിരിവില്ലാത്തതുകൊണ്ട്. നിസ്കരിക്കുമ്പോൾ പോലും തൻ്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുത്. നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദന്മാർ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. എന്തുകൊണ്ട്? ഉസ്താദിൻ്റെ പുറകിൽ രോഗമുള്ളവർ നിൽക്കുന്നുണ്ട്, യാത്രക്കാർ നിൽക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് പോകേണ്ടവർ നിൽക്കുന്നുണ്ട്. ഉസ്താദ് നിന്നിട്ട് വലിയ സൂറത്ത് ഓതിയ ഈ പുറകിൽ നിൽക്കേണ്ട ചങ്ങാതി വിചാരിക്കുക, എന്താ അല്ല ഹത്ത ഓതുന്ന ഉടച്ചന് ഒന്നില്ലേ? നിസ്കരിക്കുമ്പോൾ പോലും തൻ്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം പിന്നെ വയല് പറയുമ്പോൾ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാ എനിക്ക് ഏതെങ്കിലും കിട്ടുന്ന വണ്ടി കയറി നാട്ടിൽ പോകണം, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ ഞാൻ നിർത്തിയേക്കും. 10:45 നമുക്ക് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാതിലിൽ നിൽക്കണ ചങ്ങായിമാരെ കയറിയിരിക്കടാ, എത്ര കാര്യം നിൽക്കിപ്പാ. സീറ്റ് കസേര ഉണ്ടെന്ന് പൊക്കി കൊടുത്തേ. കസേര ഒന്ന് പൊക്കിക്കാൻ 4-5 മക്കളൊന്നും ഇരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഇരുന്നാൽ അൽഹംദുലില്ലാ റാഹത്ത്. കയറി കയ്യും കെട്ടിയോ നിൽക്കണ്ടപ്പാ. ആ തൊപ്പിയിട്ട് എങ്ങാതി കയറി വാ കാക്ക ഇങ്ങോട്ട് കയറിയിരി. മുടിയൊക്കെ നരച്ച് നാളെ എന്തായാലും പോവാ. കയറി ഇരുന്നിട്ട് പോയി, ഇന്നും കൂടെ കാണും. നാളെ ചിലപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വാ മോനെ, അവർക്ക് ഫണ്ടി കസേര ഉണ്ടടാ, നീ 1-ാം സഫി വന്നിരിക്കുക. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. പിള്ളാന്മാരെ എന്തെങ്കിലുമൊക്കെ പറയാൻ പേടിയാ. എല്ലാം കള്ളും കഞ്ചാവൊക്കെ അടിക്കും. പടച്ചോനെ ഇല്ലല്ലേ. സുബ്ഹാനല്ലാഹ്. 700 കോടി രൂപയാണ് 10 ദിവസം കൊണ്ട് വിറ്റ് തീർന്നത് കള്ള്. ഒന്ന് ആലോചിക്കേ, 700 കോടി രൂപ. ഏറ്റവും കൂടുതൽ കള്ള് വിറ്റത് എവിടാന്നറിയാവോ? നമ്മുടെയൊക്കെ അഭിമാനത്തോടു കൂടി മലപ്പുറം ജില്ലയെന്ന് പറയില്ലേ? മലപ്പുറം ജില്ലയിലെ തിരൂരില. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ കള്ളുകൂടിയൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇപ്പം കള്ളുകൂടിയൊന്നും ഇല്ലെന്നേ, കഞ്ചാവ് അടിക്കുന്നേ. കള്ളാർക്ക് വേണം? കഞ്ചാവിൻ്റെ കാലം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഇന്ന് വണ്ടിയിൽ വരുമ്പോൾ എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ നേരിട്ട് കഞ്ചാവിൻ്റെ ചെടി കാണുന്നത്. ഞാൻ ഇന്നൊരു കഞ്ചാവിൻ്റെ ചിഹ്നം കണ്ണവത്തേക്ക് ആ കുട്ടിയുടെ ഖബർ കാണാൻ പോകുമ്പോൾ എക്സൈസിലെ ഉദ്യോഗസ്ഥൻ കുറേ പോലീസുകാരൊക്കെ നോക്കുമ്പോൾ ഒരു ചെടി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം ഇതാണെന്ന്. അല്ലാഹു ആലം. പടച്ചോൻ നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒറ്റ കാര്യം അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഏതാണ് ആ നന്മയെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒറ്റ നന്മ നിങ്ങൾ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തൊക്കെ? എന്താ പ്രതിഫലം എന്തൊക്കെയാ? മരിക്കുന്ന കാലം വരെ ഭക്ഷണം ആര് തരും? നിങ്ങളുടെ നാഭ കൊണ്ട് ഉറക്കെ പറക്കേക്കട്ടെ പറ. രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഈമാനോടുകൂടിയുള്ളൊരു മരണം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞെന്തെന്നറിയോ?
5 നേരം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഉറക്കപ്പറ. നിസ്കരിക്കാറുണ്ടോ? ഉണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ഉണ്ട് ഉസ്താദേ. നിങ്ങളൊക്കെ നിസ്കരിക്കും. ഇരിക്കണം, നിങ്ങളെല്ലാവരും നിസ്കരിക്കും. ഇല്ലെന്ന് ഞാൻ പറയൂല. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാ. സമയത്ത് നിസ്കരിക്കോ? അതില്ല. നമ്മളൊക്കെ നിസ്കരിക്കും. സമയത്ത് നിസ്കരിക്കോ? അതില്ല. നിനക്ക് തോന്നുമ്പോൾ ഒരു നിസ്കാരം അത്ര തന്നെ.